കളക്ടർ ഉദ്യോഗം രാജിവെച്ച് നിങ്ങളെ മോയിപ്പ ഗൾഫിലോട്ട് വിടും ഞാൻ. പ്രേശയിലാ? ഓ അപ്പൊ അവന് പോവാനുള്ള പോസ്റ്റ്മോർട്ടം കൊണ്ടാടി. അയ്യോ, എന്റെ ദൈവമേ, അതെന്താ പറഞ്ഞെ? എടി പിന്നെ വിമാനത്തിക്കാരനാ പോസ്റ്റ്മോർട്ടം ഉണ്ടോന്ന്? അയ്യോ, അത് പാസ്പോർട്ട്. അയ്യോ, പാസ്പോർട്ട് കിട്ടിയാലും ഈ പോസ്റ്റ്മോർട്ടം കിട്ടിയാലും വേറൊരു കുഴപ്പമുണ്ടടി. എന്തോ നമ്മച്ചി? തെക്കേലെ ബിജുവാ എന്റെ അടുത്ത് പറഞ്ഞത്. ഈ പ്രേശയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒരു അക്കാമ്മയാണെന്ന്. വൃത്തിയോട് പറയരുത്, പറഞ്ഞിട്ടുണ്ട്. തന്നടി അക്കാമ്മയാണെന്ന്. കുളിക്കാൻ പോണമെങ്കിൽ അക്കാമ്മ, ചോറ് തിന്നാൻ പോണമെങ്കിൽ അക്കാമ്മ, എന്തിന് കിടക്കണമെങ്കിൽ വരെ അക്കാമ്മ വേണം. തന്നടി വെച്ചേ ആ ഷിബുവിന്റെ മൊബൈലിൽ കണ്ടതല്ലേ? ഞാനിപ്പോ എന്ത് ചെയ്യും അമ്മച്ചി? ആ അടുക്കളയുടെ വശത്ത് അശയില്ലേ റബ്ബർ ഷീറ്റ് ഉണക്കായിട്ടിട്ടുണ്ട്, അതെടുത്ത് വലിച്ചോണ്ടിരി. മാനാഭിമാനത്തിന് നഷ്ടം സംഭവിച്ചു, അതെല്ലാം ഞാൻ വിടാം. ഇവരെ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്താൽ എന്റെ സൊസൈറ്റിയിലുള്ളവരോട് ഞാൻ എന്ത് പറയും? നിങ്ങളെ സൊസൈറ്റിയിലുള്ളവരോട് എന്ത് പറയും? നിങ്ങളെ പശുവിന്റെ പാല് വേണ്ട, വേറെ പാല് എടുത്ത് തരാൻ പറഞ്ഞു. ഇതാണ് പറഞ്ഞ കൾച്ചർ ഇല്ല. നിങ്ങളിത് കേട്ടോ, കൾച്ചർ ഇല്ലാത്ത ഫാമിലി. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഓ യാ കമോൺ ബേബി. ഇവിടെ നല്ല കൾച്ചർ ഉണ്ടാവണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം, വിവരം വേണം. ഈ കൂട്ടത്തിൽ നിന്നെയൊന്നും കണ്ട ഒരുത്തനും വിദ്യാഭ്യാസം ഇല്ലെന്നറിയാം. ഏത് വരെ പഠിച്ചു? 4ാം ക്ലാസ്. കുട്ടിയാ താൻ എത്ര വരെ പഠിച്ചു? ഇത് എന്നാ കൾച്ചർ? ഈ പുള്ളിയുടെ സംസ്കാരമൊക്കെ എങ്ങനായിരുന്നു? എടി തുമ്പി, മര്യാദയ്ക്ക് വന്ന് ചോറ് മുമ്പി പോയി, ഇല്ലെങ്കിൽ നിന്റെ മണ്ട ഞാൻ അറിഞ്ഞ് കലക്കും. ഇതെന്തോ ഇങ്ങനെയാണ് എന്റെ ഭർത്താവ് സംസാരിക്കുന്നത്. പുള്ളിയുടെ ശവമടക്കം എങ്ങനെയായിരുന്നു? അയ്യോ, അടിപൊളിയായിരുന്നു. ഈ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ശവമടക്കം നടന്നിട്ടില്ല. അതെന്താ കുഴിമാടത്തിൽ വീജ ഉണ്ടായിരുന്ന? അയ്യോ, അതല്ലെന്ന്. ബന്ധുക്കൾ എല്ലാവരും വന്നായിരുന്നു. സ്വന്തക്കാര് വന്ന്, ബന്ധക്കാര് വന്ന്. പക്ഷെ ഫ്ലൈറ്റ് കിട്ടാത്തോണ്ട് എന്റെ വലിയണ്ണന് മാത്രം വരാൻ പറ്റിയില്ല. വല്ല മരത്തിലും ചാടി ഇനി വരാൻ പറയാത്തണ്ട്? ആരാ? അല്ല, മലയെണ്ണ വന്നില്ലെന്ന് പറഞ്ഞ്. അയ്യോ, മലയെണ്ണാനല്ല, വലിയണ്ണന് വരാൻ പറ്റിയില്ലെന്ന്. കാണാറുണ്ട് ഞാൻ കേട്ടോ. ആണോ? പിന്നെ ഞാൻ എപ്പോഴും കാണും. സീരിയലുകളൊക്കെ കാണുമല്ലേ? അല്ലേ, സീരിയലൊക്കെ ആര് കാണാൻ, അതൊക്കെ ആരെങ്കിലും കാണുമോ? പിന്നെ ഈ സിനിമയില് ഏതാ, ഏത് സിനിമയാ? ഞാൻ പക്ഷേ ഷോർട്ട് ഫിലിം ആണോ? ഷോർട്ട് ഫിലിം. ഞാൻ സിനിമയായിരുന്നു ആക്ച്വലി ചെയ്തിരുന്നത്. അത് എഡിറ്റ് ചെയ്ത് ഷോർട്ട് ഫിലിം ആയതാ. അങ്ങനെ ഷോർട്ട് ചെയ്തോണ്ട് എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് കാണാൻ പറ്റിയോ? നല്ലതായിരുന്നു കേട്ടോ. ചേച്ചിയുടെ എല്ലാ ഷോർട്ട് ഫിലിമും ഞാൻ കാണാറുണ്ട്. പിന്നെ കിട്ടാത്ത സാധനം ഞാൻ കൂട്ടുകാരോട് പറഞ്ഞിട്ട് കൂട്ടുകാർ വാട്സാപ്പിൽ എനിക്ക് അയച്ചു തരും. അങ്ങനെ എല്ലാം കൂടെ ഞാൻ ചേച്ചിയുടെ കംപ്ലീറ്റ് ഷോർട്ട് ഫിലിമും കളക്ട് ചെയ്ത് കയറ്റി 32 GB മെമ്മറി കാർഡ് ഇപ്പൊ പൊട്ടാറായി. അപ്പൊ വേറൊരു കാര്യം ചോദിച്ചോട്ടോ, പുതിയത് വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, പുതിയത് ഇറങ്ങിയിട്ടില്ല. ഇല്ല. എന്നാ പഴയത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേറെ തലയിലോട്ട് എടി, നിന്റെ അഹങ്കാരം പിടിച്ച തലയിലോട്ട് ഇതെടുത്ത്. ബുദ്ധിയുള്ള ആളല്ലേ, അങ്ങ് എടുത്ത് വെച്ചാ മതി. എടി, നിന്റെ തലയിലോട്ട് ഇതെടുത്ത് വെക്കാൻ അഹങ്കാരം വേണ്ട. നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, എന്താ ഐശ്വര്യത്തിന്റെ കാര്യോ? എന്നിട്ട് എന്താ നിങ്ങൾ പറഞ്ഞത്? പെണ്ണുങ്ങൾക്കാണ് അഹങ്കാരം, ആണുങ്ങൾക്ക് എവിടെയാ? എനിക്ക് എവിടെ ഇരിക്കുന്ന അഹങ്കാരം? നിനക്ക് അഹങ്കാരം ആണുങ്ങൾക്കാണോ? ആണുങ്ങൾക്കാണ് അഹങ്കാരം. ആണുങ്ങൾക്ക് എവിടെയാണ് അഹങ്കാരം ഇരിക്കുന്നത്? നിങ്ങൾക്കാണ് അഹങ്കാരം. നീങ്ങി വന്നേ. ഡോണ്ട് ടച്ച് മീ. ഇതാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും. നിങ്ങൾ കാര്യം പറ. എടി, ശ്രീമാൻ, ശ്രീമതി, കുമാരി, കുമാരൻ, പണക്കാരി, പണക്കാരൻ, ഇല്ലേ? അതുപോലെ തന്നെയാണ് അഹങ്കാരി. അഹങ്കാരം എന്നൊരു വാക്കുണ്ടോ? അതില്ല. എന്താ ഇല്ലാത്ത? ആളുകൾക്ക് അഹങ്കാരം ഇല്ല. അതുകൊണ്ടൊന്നല്ല, നിങ്ങൾ അങ്ങനെ പെണ്ണുങ്ങൾ ഇടിച്ചു കാത്തൊന്നും വേണ്ട. ഇവിടെ ലോകത്തിലുള്ള ഒരുവിധ ആണുങ്ങളെയൊക്കെ ഞങ്ങൾ പറയുന്നത് പെണ്ണുപിടിയെന്നാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ ആണ് പിടിച്ചി എന്ന് പറയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് താല്പര്യം? രാവിലെ കയ്യോടെ പിടിച്ച് ഞാൻ വേറെ സംഭവം ഉണ്ടായി. രാവിലെ ഒരു കോൾ വന്നു. ഞാൻ ഓടിച്ചെന്ന് കോൾ എടുത്തതും ചെവി വെച്ച ഒരു പെണ്ണിന്റെ ശബ്ദം, നല്ലൊരു പെണ്ണിന്റെ ശബ്ദം. ഇത് കേട്ടത് ഓടി വന്ന് ഫോൺ തട്ടിപ്പറിച്ച് ഒരു ഒറ്റ ഓട്ടം വയലിൽ പോയി 10 മിനിറ്റ് അവിടെ സംസാരിച്ച ഇയാള്. ഏത് പെണ്ണായിരുന്നു സതീഷ്? അത് അവള് പറയുന്നത് സത്യമാണ്. ഏത് പെണ്ണായിരുന്നു? അത് കസ്റ്റമർ കെയർ എന്നൊരു പെണ്ണ് വിളിച്ചു 10 മിനിറ്റ് കേട്ടോണ്ട്. 10 മിനിറ്റ് വരെ സംസാരിക്കല്ലേ? അതിന് അരമണിക്കൂറൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. അല്ല, അത് ശരിയാണ്, കാര്യമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അതായത് ഈ കസ്റ്റമർ കെയർ വിളിച്ച പെണ്ണിനെ എനിക്കറിയില്ല. അതിനൊരു 10 പൈസയുടെ മുട്ടായിയോ എന്തോന്നും ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല. അത് ഞാനോട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അതിന്റെ വിളിയും പറിച്ചില്ല, ആ മുത്തുമണി വിളിയിൽ നിന്നൊക്കെയുള്ള സംസാരം അതോ സാറിന് ഏത് പാട്ടാ വേണ്ടേ, സാറിന് ഞങ്ങൾ ഓഫർ ഉണ്ട്, ഇത് കേട്ടോണ്ട് എനിക്ക് മാറാലും കേട്ടോണ്ട് നിന്ന് പോകും. അതേസമയം എന്താ ചെലവിന് കൊടുത്ത് ഒരുത്തി വിളിച്ചോണ്ട് വന്ന് പറയണ കേട്ടിട്ടുണ്ട, നിങ്ങൾ എവിടെ നിൽക്കണ്, ഇങ്ങനൊക്കെ കേൾക്കുന്നോണ്ട് ഒരു 10 മിനിറ്റ് ഇത് കേൾക്കുമ്പോ കേട്ടോണ്ട് നിന്ന് പോകത്തില്ലേ? അല്ല, സതീശന്റെ ഭാഗത്ത് ശരിയുണ്ട്. സംശയമുണ്ട്, എനിക്ക് ഇയാളെ സംശയമുണ്ട്. എനിക്ക് ഇയാളുടെ കൂടെ ഇനി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. 7 മണിക്ക് നേരത്തെ വരുവാണെന്ന് കൂട്ടിക്കോ, 7 മണി മുതൽ 8 മണി വരെ പുള്ളി വാഴത്തോപ്പില്ല. വാഴത്തോപ്പിലൊക്കെ എന്തിനാ സതീശ പോണേ? മൊബൈല് വാട്സപ്പാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അവൾ നാളെ ഇവിടുത്തെ ചേച്ചിയും മുതലാളിയുടെയും വെഡിങ് ആനിവേഴ്സറിയാ. അല്ല, എനിക്കൊന്നുമില്ല, ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇതുപോലെ ഓരോ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കായിരുന്നല്ലോ. എടി, 6 മാസം കഴിഞ്ഞാൽ ശിക്ഷ തീരും. ഞാനിങ്ങ് വരും. പിന്നെ അന്ന് തൊട്ട് നമ്മളെ വീട്ടിൽ
എന്നും വെഡിങ് ആനിവേഴ്സറി ആയിരിക്കും. അവസാനം നീ പറയും എനിക്ക് വെഡിങ് ആനിവേഴ്സറി മതിയേ എന്ന് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അറിയാമോ? ചേട്ടാ അപ്പോളേ എന്നാ പോയിട്ട് വാ. പോട്ടെ പോട്ടെ എന്നാ. കോട്ടയം ചോദിച്ചിട്ട് എന്തിനാ എങ്ങോട്ട് വരുന്നേ? അല്ല, പോവും അങ്ങടല്ലേ? നേരം പരവര എളുപ്പം ചെയ്യുന്നു. ശരി. ചേട്ടാ എനിക്കൂടെ താടിയത് എന്തോന്ന്? നീ ഇപ്പൊ ഈന്തപ്പഴം തിന്നില്ലേ? യോ ഈന്തപ്പഴം തിന്നല്ല. കുരു എടുത്ത് കളഞ്ഞു. യോ അതല്ല, ഞാൻ ചേട്ടന് ഉമ്മ തന്നതാ. ആയിക്കോട്ടെ, ശരി. പോട്ടെ മോളെ. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ.